ഹലോ, എച്ച് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മളിവിടെ നമ്മളെ പോത്തുകുട്ടികളെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചന്തയിൽ നിന്ന് കൊടുക്കുന്ന പോത്തുകുട്ടികളുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. 8500 റുപ്യക്ക് വാങ്ങിക്കൊടുക്കുന്ന പോത്തുകുട്ടികളാണ്. അവരിപ്പോൾ നല്ല ഉഷാറായി അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പോത്തുകളെ വളർത്തുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വില കൂടുതൽ കൊടുത്ത് പോത്തുകുട്ടികളെ വാങ്ങിക്കൊടുന്നാൽ അതിന് വില കൂടുതലുള്ള തീറ്റകളും കൊടുക്കേണ്ടി വരും. ചെറിയ കുട്ടികളെയാണ് നമ്മളിവിടെ കൊണ്ടുവരൽ. 10,000-നൊക്കെ താഴെയുള്ള കുട്ടികളെയാണ് കൊണ്ടുവരൽ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മൂന്നെണ്ണത്തിനെ കൊടുത്തിട്ട് ഒരാഴ്ചയായി. രണ്ടാഴ്ചയായി. ഒരുത്തനെ കൊടുത്തിട്ട് 3 ആഴ്ചയായി. അത് 4,500 കൊടുക്കുന്നതാണ്. അവൻ നല്ല ഉഷാറായിരിക്കണു. അപ്പോൾ ഈ 3 കുട്ടികളെ വിശേഷമാണ് നമ്മളിവിടെ നിന്ന് പറയുന്നത്. ഇവർ നല്ല ഉഷാറായി വരുന്നുണ്ട്. വിരഗുളികൊക്കെ കൊടുത്ത് ലിവർ ടോണിക് ഇപ്പോൾ 3 ദിവസം കൊടുത്തു. ഇവർക്ക് ലിവർ ടോണിക്കൊക്കെ കഴിച്ച് ഉഷാറായി. നല്ല തീറ്റയും വെള്ളം കുടിയൊക്കെ ഉഷാറായി. അപ്പോൾ കൂടുതൽ വിലയുടെ കുട്ടികളെയല്ലേ നമ്മളിവിടെ കൊണ്ടുവരൽ. കൂടുതൽ വില കൊടുത്തിട്ട് നമുക്കിത് കുറേ ടൈം നോക്കിയിട്ട് വിൽക്കുമ്പോൾ അത് ചിലവും അവർക്ക് അവിടെ കൊടുത്ത പൈസയും എല്ലാം പാടെ കൂട്ടുമ്പോൾ നമുക്കിതിൽ വലിയ ലാഭം ഉണ്ടാവില്ല. ചെറിയ കുട്ടികളൊക്കെ കൊടുത്തിട്ട് നമ്മൾ 45-50 കൊടുക്കുമ്പോൾ 1 വർഷം 1.5 വർഷം നോക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതിൽ ഒരു 10,000 റുപ്യക്ക് ഒരെണ്ണത്തിന് ചിലവ് വരും. തീറ്റ ചിലവും എല്ലാം വരും. എന്നാലും ഒരു അത്യാവശ്യം ഒരു ലാഭം നമുക്കായി വന്ന് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് 3 വർഷമായി. 8ഉം 10ഉം കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാകലുണ്ട്. നമ്മളെ പോത്ത് വളർത്തലിൻ്റെ രീതി അങ്ങനെയാണ്. വലിയ മുറ ഇതൊന്നും ഞാൻ വാങ്ങലില്ല. അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് തീറ്റ ചിലവും നല്ലോണം കൂടുതൽ വരും. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവരൽ ചെറിയ കുട്ടികളെ ചന്തയിൽ നിന്ന് 4,500, 5,500, 10,000-ന് താഴെയുള്ള കുട്ടികളെയാണ് ഞാനിവിടെ കൊണ്ടുവരൽ. എച്ച് വ്ളോഗ് കാണുന്ന നമ്മളെ സുഹൃത്തുക്കളെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പോത്തുകുട്ടന്മാരുടെ വിശേഷമാണ് ഇപ്പം ഇന്ന് പറയുന്നത്. ഇവർ നല്ല ഉഷാറായി. അതിൻ്റെ ഇടയിലൊരു മോരിക്കുട്ടനുണ്ട്. അവനിങ്ങനെ ഏത് സമയത്തും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. ഓരോ ആൾ ഉഷാറാണ്. നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. പൈസ മാത്രം ഉദ്ദേശിച്ചല്ല നമ്മൾ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് നല്ലൊരു സന്തോഷം, ഒരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇവരെ കൂടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കലും നല്ലൊരു സന്തോഷമുള്ള ജോലിയാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ചിട്ടുള്ളത്. ഇവനൊക്കെ ഉണ്ടല്ലോ, ഈ മൂരിക്കുട്ടനൊക്കെ ഉണ്ടല്ലോ, നല്ല സ്നേഹമാണ്. അവൻ എന്നെ ഒരു ദിവസമെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്താ വലിയ വിഷമമാണ്. ഞാൻ ഇവർക്ക് ചന്തയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവനിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നെ. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇവനെ ഈ നിൽക്കുന്ന ഈ മോരിക്കുട്ടനെ ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് 8,000-നാണ്. അവന് വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പോൾ 4 മാസമായി. അങ്ങനെ ഓന് ഉഷാറായി നല്ല കുട്ടിയായി വരുന്നുണ്ട്. ഞാൻ കൂടുതലും ഈ വാണിയംകുളം ചന്തയിൽ നിന്നാണ് ഇവരെ മേടിക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു സഹായിയും കൂടി ഉണ്ട്. ഇവരെ ഉരച്ച് കഴുകാനും ഇതിനൊക്കെ ഒരാൾ ആവശ്യമാണ്. ഞാൻ ചന്തയിലൊക്കെ പോകുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനും 1ഉം 2ഉം അല്ല, നമുക്ക് 10 വരെ ഉണ്ടാകാറുണ്ട്. അതാണ് നമ്മളെ പോത്ത് വളർത്തലിൻ്റെ വിശേഷം. ഇവരൊക്കെ നല്ല ഉഷാറായി, നല്ല കുട്ടികളായി, നല്ല സൂപ്പർ കുട്ടികളായി വരുന്നുണ്ട്. ഇതിൽ നമ്മളെ ഈ ഭാഗത്തൊക്കെ കാളകൂട്ടുണ്ട്. കുട്ടികൾ നല്ല ഉഷാറ് കുട്ടികളാണെങ്കിൽ, നല്ല ഓടുന്ന കുട്ടികളാണെങ്കിൽ നല്ല വിലയും കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യൽ, അവരെ നോക്കും. ഓടുന്ന കുട്ടികളാണെങ്കിൽ അവരെ കാളകൂട്ട് കണ്ടത്തിൽ കൊണ്ടുപോയിട്ട് നോക്കും. ഓടുന്ന കുട്ടികളാണെങ്കിൽ അവിടെ തന്നെ വിൽക്കാം, കാളൂട്ട് കണ്ടത്തിൽ തന്നെ വിൽക്കാം. നല്ല വിലയും കിട്ടും. അങ്ങനെയും പരീക്ഷിക്കലുണ്ട്. അത് കുറച്ച് ചിലവുണ്ട്. ആ കാര്യത്തിന് കുറച്ച് ചിലവുണ്ട്. കൊണ്ടുപോകാനും കൊണ്ടുവരാനും അതിനാളും ഒക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. അവരുടെ ഫുഡാണ് ഇപ്പം ഇത്. അവരെ ഫുഡ്, ഞാൻ കൊടുക്കുന്ന ഫുഡ് ഇവിടെ ഈ വേസ്റ്റ് റൈസ് എന്നുണ്ട സാധനം മേടിക്കാൻ കിട്ടും. അത് വേവിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് ഞങ്ങളിവിടെയൊക്കെ 17-18 റുപ്യൊക്കെ ആയിട്ട് കിട്ടും. അതൊരു കിലോ, 1/2 കിലോ വെച്ചൊരു ചെറിയ പോത്തുകുട്ടിക്ക് ഒരു ദിവസം കൊടുക്കും. പിന്നെ വാഴയുടെ ഇല, വാഴയുടെ തണ്ട്, വള്ളി, നാരയൊക്കെ കിട്ടിയതൊക്കെ കൊടുക്കും. ഇപ്പം പിന്നെ കുറച്ച് വൈക്കോല് തന്നെയാണ് കൊടുക്കുന്നത്.
വൈക്കോലിനിപ്പോൾ നമുക്കൊരു വില വരുന്നുണ്ട്, 200 റുപ്യ ഒരു കെട്ടിന് കൊടുക്കണം. പക്ഷെ അത് കൊടുക്കുന്നതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കാറില്ല. അതിന് നമുക്ക് ചാണകം കിട്ടും. ചാണകത്തിന് നമ്മളെ നാട്ടിലൊക്കെ ഒരു ചാക്കിന് 200 റുപ്യ ഉണക്ക ചാണകത്തിന് കിട്ടും. നമ്മൾ വിൽക്കാനും വേണ്ടിയിട്ടല്ല ചാണകം വെക്കൽ. ഇത് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. വാഴ കൃഷിയുണ്ട്, വാഴയിലൊക്കെ കൊണ്ടുപോയിടാനും. പിന്നെ വിൽപ്പനക്ക് അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ചാണകത്തിൻ്റെ വില നോക്കിയിട്ട് നമ്മളങ്ങനെ കൊടുക്കലില്ല, ചാണകം കൊടുക്കലില്ല. ചാണകം നമ്മളെ ആവശ്യത്തിന് എടുക്കലാണ്. അപ്പം ഇന്ന് ഇവരെ വിശേഷമാണ് ഇവിടെ ഉള്ളത്. നല്ല ഉസാറ് കുട്ടികളായി. ഇനി വലിയ പോത്തുകളെ അടുത്തേക്ക് ഇപ്പോൾ പോയിട്ടില്ല. അവർക്ക് ഇത് രാവിലത്തെ പരിപാടിയാണ്. രാവിലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. വലിയ പോത്തുകളെ അടുത്തേക്ക് ഇന്ന് ഇറങ്ങിയിട്ടില്ല. അവർ കുറച്ച് താഴത്തുണ്ട്. 2 വലിയ പോത്തുണ്ട്, ഒരു മൂരിയുണ്ട്. അവർക്ക് പിന്നെ രാത്രി കുറേ വൈക്കോലണ്ട തൊട്ടി നിറയെ കുറച്ച് വൈക്കോലണ്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഒരു 9 മണിക്കൊക്കെ ചെന്നാൽ മതി അവരുടെ അടുത്തേക്ക്. അവരതൊന്നും അവിടെ കിടന്നോളും. പിന്നെ വെള്ളവും അതൊക്കെ തന്നെ വേണ്ടുള്ളൂ. വലിയൊരു അധ്വാനമൊന്നും ഇപ്പം തന്നെ ഇല്ലേ. 1/2 മണിക്കൂർ കഴുകാനും ആ ചാണകം ഒന്ന് പുറത്തൊക്കെ മാറ്റിയിടാനും. കഴുകലൊക്കെ എന്താണെന്ന് നമ്മൾ മോട്ടർ ഇട്ടിട്ട് പൈപ്പാണ് നനച്ച് അടിച്ചു കൊടുക്കലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കുട്ടികളെ വളർത്തുന്ന രീതി. ഇവന്മാരൊക്കെ ചെറിയ കുട്ടികൾക്കുള്ള വൈക്കോല് റെഡിയാക്കുകയാണ്. ചെറിയ കുട്ടികളൊക്കെ സൂപ്പർ കുട്ടികളായി. ഈ വലിയ പോത്തുകൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയിട്ട് അവരൊന്ന് കഴുകി അവർക്കുണ്ട് ഈ വേസ്റ്റ് റൈസ് വേവിച്ചത്. അവർക്ക് മോരിണ്ട് വലുതൊന്ന്. അവന് 2 ബക്കറ്റ് വെള്ളം ഒഴിച്ച് നല്ലോണം 2 തൊട്ടി വെള്ളം കുടിക്കും. അവന് വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും. മറ്റവർക്കൊരു പായസം മോഡലാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ ഇവരിതിട്ട് ഇങ്ങനെ കളിപ്പിക്കും, അങ്ങനെ തിന്നൂല. അപ്പോൾ അവർക്ക് എന്താ ചെയ്യൽ, വെള്ളം കുറച്ച് ലൂസായിട്ട് അവർക്ക് തിന്നാൻ പറ്റിയ രീതിയിലാക്കിങ്ങാണ്ട് കുറച്ച് പായസം മോഡലാക്കിയിട്ട് അങ്ങനെയാണ് അവർക്ക് കൊടുക്കൽ. അവർക്ക് 2 പ്ലേറ്റ് ഒരു ദിവസം, 2 പ്ലേറ്റ് വേവിച്ചത് എന്ന് പറഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. അതൊറ്റ നേരം രാവിലെ മാത്രം അത് കൊടുക്കും. രാവിലെ ഒരു 9 മണി 10 മണിയുടെ ഉള്ളിൽ അത് കൊടുത്താൽ പിന്നെ വൈക്കോല്, വെള്ളം ഇതൊക്കെ തന്നെ നമ്മൾ കൊടുക്കാറുള്ളൂ. പുല്ല് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പുല്ല് തീരെ കൊടുക്കുന്നില്ല. വെറും വൈക്കോല് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിലടക്ക് ചില ദിവസങ്ങളിൽ വാഴയുടെ ഇല, വാഴയുടെ തണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെട്ടിയിട്ട് കണ്ട് അത് കൊടുക്കും. പിന്നെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കും. അവർ തിന്നുന്ന വള്ളി, നാര്, ഇതെല്ലാം പച്ചപ്പുള്ള എല്ലാ സാധനങ്ങളും അവർ തിന്നും. പിന്നെ ഈ സമയത്ത് എന്ത് കൊടുത്താലും അവർ തിന്നും. പുല്ല് കിട്ടാത്ത ടൈമല്ലേ. അങ്ങനെയാണ് അവരെ വളർത്തുന്ന രീതി. ഈ ചെറിയ കുട്ടികൾ വൈക്കോല് തിന്നാൻ ചെറിയൊരു മടി അവർക്കുണ്ട്. പച്ചപ്പുല്ല് കൊടുത്ത് തിന്ന് ശീലിച്ചിട്ടേ വൈക്കോല് തിന്നാൻ ചെറിയ മടി അവർക്കുണ്ട്. അപ്പോൾ കുറച്ച് ഈ റൈസ് വേവിച്ചാൽ കൊടുക്കും. പിന്നെ അവർ കുറച്ച് വൈക്കോലും തിന്നുള്ളൂ. പിന്നെ വെള്ളം ഇതെന്നെ. ചെറിയ കുട്ടികളാകുമ്പോൾ എന്താണ്, തീറ്റ ചിലവ് കുറവാണ്. പിന്നെ ഇവർ നല്ല ഉഷാറായി വന്നാൽ നല്ല കുട്ടികളായി ആകുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ വലുതായിട്ട് 1 വർഷമൊക്കെ നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട മാതിരി വിൽക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും 1 വർഷം 1.5 വർഷമൊക്കെ നോക്കിയിട്ട് 45,000 50,000 റേഞ്ചിലാകുമ്പോഴാണ് കൊടുക്കൽ. അപ്പോൾ നമുക്കത് ഏറിക്കൂടി വന്നാൽ ഒരു 10,000 റുപ്യ തീറ്റ ചിലവ് വരും. പിന്നെ 10,000 താഴെ അവിടെ വാങ്ങുന്ന വിലയും വരും. എന്നാലും ചെറിയൊരു ലാഭം നമുക്ക് അതിൽ വന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറൊരു ജോലിക്കോ വേറൊരു പരിപാടിക്കോ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം മാത്രമല്ല വളർത്തുന്നത്. എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ 7 ഉണ്ട്, 8ഉം 10ഉം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 1/2 മണിക്കൂർ രാവിലെ, ഉച്ച കഴിഞ്ഞിട്ടൊരു അരമണിക്കൂർ, ഇത്രയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോത്തുകളെ വളർത്താം. നമുക്കതെല്ലാം സൗകര്യം സ്ഥലം ഉണ്ടെങ്കിൽ